ില്ല ഞാൻ തിരികെ എത്താം. ശ്രീജിത്ത് പണിക്കർ, ലഹരിയിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമാണ് സൂംബ. അത് ഡാൻസ് പഠിച്ചാൽ സ്വാഭാവികമായിട്ടും ചോദ്യത്തിന്റെ പ്രശ്നമുണ്ട്. ഞാൻ സൂംബ എന്നല്ല പറഞ്ഞത്, ആഘോഷത്വര ഉണ്ടാക്കുന്ന എല്ലാ പണികളും അതിലേക്കാണ് ഇത് എത്തിക്കുക എന്ന് പറഞ്ഞത്. സൂംബ ലഹരിയുടെ കേന്ദ്രമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആഘോഷത്വര ഉണ്ടാക്കുന്നത് സൂംബ ആയതുകൊണ്ടാണല്ലോ സൂംബ നിങ്ങൾ പ്രതിഷേധിക്കുന്നത്. അല്ലെങ്കിൽ സൂംബ അല്ല, അതിന് പകരം വേറെ എന്തെങ്കിലും കൊണ്ടുവന്നാൽ അതിനോട് ഞങ്ങൾ പ്രതികരിക്കായിരുന്നു. അപ്പൊ ഞങ്ങളുടെ കോഴ്സ് എന്താണെന്ന് വ്യക്തമായിട്ട് പറയണം. എനിക്ക് സഫാൻ പറയാം, എനിക്ക് ആ കോഴ്സ് മനസ്സിലാകാത്ത ചെറിയൊരു പ്രശ്നമുണ്ട്. സൂംബ ആഘോഷത്വര ഉണ്ടാക്കുന്നതാണോ? സൂംബ ആഘോഷത്വര ഉണ്ടാക്കുന്നതാണോ? ആണ്. ഓക്കെ. അപ്പൊ കറക്റ്റായി. ശ്രീജിത്ത്, ആഘോഷത്വര ഉണ്ടാക്കുന്നതാണ് സൂംബ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡാൻസ് പഠിച്ചു കഴിഞ്ഞാൽ അത് DJ പാർട്ടിയിലേക്ക് എത്തും. ഇനി കുട്ടികൾ യൂണിഫോം ഇട്ടാണ് അവിടെ അത് പ്രാക്ടീസ് ചെയ്തതെങ്കിൽ പോലും വേൾഡിൽ സൂംബ അങ്ങനെയല്ല കാണിക്കുന്നത്. അവർ പറയുന്ന പോലെ സൂംബയുടെ സൈറ്റിൽ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയുള്ള ചില വിഷയങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇത് ഏത് തരത്തിലാണ് ഇവിടെ പ്രാക്ടീസ് ചെയ്തത് എന്നുള്ളത് ഞങ്ങൾക്ക് അത് വിഷയമല്ല. ഇങ്ങനെയാണ് ഇതിൻ്റെ ജനറൽ രൂപം. ഇതൊക്കെ വിഷയമാണ്. പിന്നെ വിദ്യാർത്ഥി സംഘടനകളൊക്കെ പോലും വിളിച്ചിട്ട് വിദ്യാർത്ഥികളോ രക്ഷിതാക്കളോ ഒന്നും പറഞ്ഞിട്ട് ഇതൊന്നും ചെയ്തിട്ടില്ല. ഇത് വിഷയം കുറച്ചുകൂടെ മയപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് മനസ്സിലാക്കുന്നത്. പക്ഷേ അപ്പോഴും ഞങ്ങൾക്ക് മാറി നിൽക്കാൻ അവകാശമുണ്ടല്ലോ എന്ന് പറയുന്നിടത്ത് ഞങ്ങളൊരല്പം മയപ്പെടുന്നു എന്നുള്ള ഈ മയപ്പെടുന്നു എന്ന് അവർക്ക് പറയേണ്ടതായിട്ട് വരുന്നത് ഒരുപക്ഷെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയ നിലപാടിൽ നിന്ന് ഒരു മലക്കം മറിച്ചിൽ അതിനകത്ത് വ്യക്തമാണ്. ശ്രീത്തിന് അങ്ങനെ തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരു മയപ്പെടൽ അല്ലെങ്കിൽ ഈ പ്രതിഷേധത്തിൽ ഇനി കാര്യമുണ്ടാവുകയില്ല എന്നൊരു തിരിച്ചറിവ് അതിനകത്ത് പ്രതിഫലിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഇടത് സർക്കാർ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അടക്കം എടുത്ത നിലപാടിൻ്റെ ഇച്ഛാശക്തിയുടെ പ്രതിഫലനമാണോ? തീർച്ചയായും അപർണ, ഇതുവരെ ഈ വിഷയത്തിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചേർത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ ഇടതുപക്ഷ സർക്കാരിനെ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മന്ത്രി, പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ V ശിവൻകുട്ടിയെ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീമതി R ബിന്ദുവിനെ ഒക്കെ തന്നെ നമുക്ക് അഭിനന്ദിക്കാതെ തരമില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇവിടെ ശ്രീ സഫ്വാൻ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ആരോടെങ്കിലും ഏതെങ്കിലും കാരണവശാൽ മതസ്പർദ്ധ വളർത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. മതസ്പർദ്ധ വളർത്തി എന്നൊരു ആരോപണം എനിക്കില്ല. പക്ഷെ മതവാദമാണ് നിങ്ങൾ ഉന്നയിക്കുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കവുമില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. സൂംബ എന്ന് പറയുന്നതും പൂർണ്ണമായിട്ടും സെക്യുലർ ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ്. അതുകൊണ്ട് പൂർണ്ണമായും സെക്യുലർ നേച്ചറുള്ള രണ്ട് കാര്യങ്ങളെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് അതിനെ കൊണ്ടുവരുമ്പോൾ അതിനു വേണ്ടിയിട്ട് ചർച്ചകൾ നടത്തണമെങ്കിൽ ആവാം. പക്ഷെ ആ ചർച്ചകൾ നടത്തേണ്ടത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ആൾക്കാർ, പിന്നെ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട ആൾക്കാർ, അല്ലെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർ, കൗൺസിലിംഗ് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരോടാണ്, അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകർ, ഇങ്ങനെയുള്ള ആൾക്കാരോടാണ് ചർച്ച ചെയ്യേണ്ടത്. അതല്ലാതെ ഒരു സെക്യുലർ ഫംഗ്ഷനിലേക്ക് മറ്റൊരു സെക്യുലർ ഫംഗ്ഷനെ ലയിപ്പിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും സെക്യുലർ ആയിട്ടുള്ള വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഒരു പദ്ധതി തയ്യാറാക്കുമ്പോൾ ഇവിടെയുള്ള മത സാമുദായിക സംഘടനകളുമായി ചർച്ച നടത്തേണ്ടുന്ന ഒരാവശ്യവുമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, ഇതാ ഞങ്ങളോട് ആരും ചർച്ച ചെയ്തില്ലേ എന്നൊന്നും പറയുന്നതിലും ഇരവാദം ഉന്നയിക്കുന്നതിലും ഒരു കാര്യവുമില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ട്, സെലിബ്രേഷൻ മെന്റാലിറ്റി എന്ന് പറയുന്നത് എന്തോ മഹാപാപമാണ് എന്ന മട്ടിലൊക്കെ തന്നെ പറയുക എന്ന് പറഞ്ഞാൽ പമ്പര വിഡ്ഢിത്തം എന്നേ പറയാൻ പറ്റൂ. ഞാനൊക്കെ ചെറിയ ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ജീൻസ് ഒന്നും തന്നെ ഉപയോഗിക്കുന്ന അത്രത്തോളം വ്യാപകമായിരുന്നില്ല. ആ സമയത്ത് ഞാൻ സ്കൂളിൽ കേട്ടിരുന്ന ഒരു വലിയ റൂമർ ഇന്നും അതെന്നെ വിട്ടുപോയിട്ടില്ല. ജീൻസ് ധരിച്ചു കഴിഞ്ഞാൽ എയ്ഡ്സ് ഉണ്ടാകും എന്ന് ആരോ പറഞ്ഞ് അടിച്ചിറക്കിയതാണ്. എത്രയോ കാലം അത് അങ്ങനെയാണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന നിരവധി സുഹൃത്തുക്കളുണ്ട്. അതിന് തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ സെലിബ്രേഷൻ മെന്റാലിറ്റി എന്ന് പറയുന്നത്. അപകടമാണ്. അത് പിന്നീട് DJ പാർട്ടികളിലേക്ക് പോകുന്നു, മ്യൂസിക് കോൺസേർട്ടുകളിലേക്ക് പോകുന്നു, അതിനുശേഷം അത് ലഹരി ഉപയോഗത്തിലേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ വാക്കിൽ നിങ്ങൾ റദ്ദ് ചെയ്യാനായിട്ട് ഇവിടെ ശ്രമിക്കുന്നത് മനുഷ്യന് മാനസികോല്ലാസം ഉണ്ടാകണം എന്നുള്ള ഒരു തത്വത്തെയാണ്. കുട്ടികൾ എന്തുകൊണ്ടാണ് ലഹരിയിലേക്ക് പോകുന്നത്? പലപ്പോഴും അവരനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള പിരിമുറുക്കത്തിന് മാർഗമില്ലാതെ വരുന്ന സമയത്ത് തെറ്റായിട്ടുള്ള ചീത്തയായിട്ടുള്ള കൂട്ടുകെട്ടുകളിൽപ്പെട്ടാണ് അവർ ലഹരി ഉപയോഗത്തിലേക്ക് പോകുന്നത്. അപ്പോൾ സൂംബ എന്നത് ലഹരിയുടെ മറുമരുന്നല്ല, മറിച്ച് കുട്ടികൾക്ക് മാനസികോല്ലാസം കൊടുക്കുന്ന, അവർക്കൊരു പർപ്പസ് കൊടുക്കുന്ന, അവർക്ക് സുഹൃത്ത് വലയം വിപുലമാക്കുന്ന, അവർക്ക് താളത്തിനനുസരിച്ച് ശരീരത്തിനെ ചലിപ്പിക്കാൻ കഴിയുന്ന, അങ്ങനെയുള്ള അതിനോടൊപ്പം തന്നെ അവർക്ക് കാലറി ബേൺ ചെയ്യാൻ കഴിയുന്ന ഒരു വ്യായാമ മുറയാണ്. അത് ചെയ്യുന്ന സമയത്ത് അവർക്ക് മാനസികമായ ഉല്ലാസം ഉണ്ടാകുന്നു, മാനസികമായിട്ടുള്ള പിരിമുറുക്കം കുറയുന്നു. അങ്ങനെ വരുന്ന സമയത്ത് ആൾക്കാർക്ക് നല്ല രീതിയിൽ ഒരു ആരോഗ്യകരമായിട്ടുള്ള മനസ്സും ശരീരവും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ഓഫ് തോട്ട് കിട്ടും.
അതല്ലാതെ ഈ DJ പാർട്ടികൾ നടത്തി, മ്യൂസിക് കൺസേർട്ട് നടത്തി, അതുവഴി ലഹരി വ്യാപനം എന്നൊക്കെ പറയുന്നത് പോലെയല്ല. ഇത് ശാസ്ത്രീയമാണ്, മനഃശാസ്ത്രപരമാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഏതെങ്കിലും ഒരു മതസംഘടന വന്നതിന് ശേഷം ഇതൊക്കെ തന്നെ തെറ്റാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നുള്ളത് ഒന്ന്. രണ്ട്, നിങ്ങൾ ഇതിന് ആദ്യം മുതൽ തന്നെ പല രീതികളിൽ പതുക്കെ പതുക്കെ കൊണ്ടുവന്നിരിക്കുന്ന ഓരോരോ വാദമുണ്ട്. ഒന്നാമത്തെ ദിവസം ചർച്ചകളിൽ വന്നിരുന്ന സമയത്ത് എല്ലാവരും പ്രധാനമായി പറയാൻ ശ്രമിച്ചത് ഇറുകിയ വസ്ത്രം. എന്നിട്ട് പറയും, അതിന്റെ കൂടെ തന്നെ ചേർത്തിട്ട് പറയും, വസ്ത്രം മാത്രമല്ല പ്രശ്നം കേട്ടോ എന്ന് പറയും. ഇറുകിയ വസ്ത്രം എന്ന് ആര് പറഞ്ഞു? അതിനായിട്ട് നിങ്ങൾ കാണിക്കുന്നത് ഒരു ചിത്രവും ഒരു വീഡിയോയുമാണ്. ഏത് ട്രെയിനിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഇതാണ് ഈ സംഭവം എന്ന് ഫെമിലിയറൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇറക്കിയിരിക്കുന്ന കാര്യങ്ങൾ. അതല്ലാതെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഇതുവരെ ഇറുകിയ വസ്ത്രം ധരിച്ചിട്ട്, ശരീരം പുറത്ത് കാണുന്ന പോലത്തെ വസ്ത്രം ധരിച്ചിട്ട് നിങ്ങളത് ചെയ്യണമെന്നൊരു സർക്കുലർ ഇറക്കിയിട്ടില്ല. ഒന്ന്. രണ്ട്, അടുത്ത പ്രശ്നം, ഇനി വസ്ത്രമാണ് പ്രശ്നമെങ്കിൽ അത് പരിഹരിക്കാമെന്ന് പറഞ്ഞാൽ ആണും പെണ്ണും ഇടപഴകുന്നത് ലോകം ഇടിഞ്ഞു വീഴുന്നത് പോലത്തെ ഉള്ള എന്തോ ഒരു സംഭവമാണ് എന്ന് മട്ടിലേക്ക് പറയുകയാണ്. ആണും പെണ്ണും ഇടകലർന്നാൽ ആർക്കാ കുഴപ്പം? ആണും പെണ്ണും ഇടകലരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രഹസ്യമായിട്ടുള്ള എന്തെങ്കിലും പരിപാടിയല്ല. ഒരു സ്കൂളിൽ അവിടെയുള്ള വിദ്യാർത്ഥികൾ എല്ലാവരും അവരുടെ അധ്യാപകരുടെയും ട്രെയിനർമാരുടെയും മേൽനോട്ടത്തിൽ അവരൊരു പരിപാടി ചെയ്യുകയാണ്, ഒരു ഫിസിക്കൽ എക്സസൈസ്, ഒരു ആക്ടിവിറ്റി ചെയ്യുകയാണ്. അതിനെ എന്തോ മഹത്തായിട്ടുള്ള പ്രശ്നമാണ് എന്ന രീതിയിലത്തേക്ക് വാഴ്ത്തുകയും പുരുഷനും സ്ത്രീയും ഇങ്ങനെ ഇടപഴകരുത്, ചെറുപ്രായത്തിൽ തന്നെ ഓരോ ജെൻഡർ അതായത് ജെൻഡറുകളുമായി ചേർന്ന് കമ്പാർട്ട്മെന്റലൈസ് ചെയ്ത് പോകണമെന്ന രീതിയിലത്തേക്കുള്ള വാദമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒറ്റ വാക്കിലുള്ള മറുപടി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീമതി ആർ ബിന്ദു പറഞ്ഞതുപോലെ ഇത് പഴയ പ്രാകൃത മധ്യകാലത്തുള്ള നിലപാടുകളാണ് എന്ന് തന്നെയാണ്. അടുത്ത പ്രശ്നം, പാട്ട്, ഡാൻസ്. പാട്ടും ഡാൻസും എന്തോ വലിയ പ്രശ്നമാണ് എന്നും അത് ലാറ്റിൻ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ സംസ്കാരവുമായിട്ട് ചേരില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ സംസ്കാരം അങ്ങനെയാണെങ്കിൽ ഭാരതീയ സംസ്കാരമാണ്. നമ്മുടെ ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് ഈ ആവേശം തോന്നുന്ന കാര്യങ്ങളൊക്കെ തന്നെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ വള്ളപ്പാട്ട് എന്ന് സഫ്വാൻ കേട്ടിട്ടുണ്ടാകും. വള്ളപ്പാട്ട് കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും വലിയ ആവേശമാണ്, നമ്മുടെ തനത് സംസ്കാരത്തിന്റെ ഭാഗമാണ്. അപ്പോൾ വള്ളപ്പാട്ട് കേൾക്കുന്ന സമയത്ത് ആവേശത്വര ഉണ്ടായതുകൊണ്ട് ഉടനെ ലഹരിയിലേക്ക് പോയി എന്നൊരർത്ഥമുണ്ടോ? അതിന്റെ പേരിൽ അത് നിരോധിക്കണമെന്നുണ്ടോ? ഇനി നമ്മുടേതായിട്ടുള്ള നമ്മുടെ ഇന്ത്യൻ മ്യൂസിക് ഉപയോഗിച്ചുകൊണ്ടോ നമ്മുടെ ഇന്ത്യൻ സ്റ്റെപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടോ ഈ വ്യായാമ മുറ നടപ്പാക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ അപ്പം സമ്മതിക്കുമോ? ഇല്ല. ഇനി ഓപ്ഷണലാണ്, ഇത് ചോയ്സ് ആണ് എന്ന രീതിയിലത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വിസ്ഡത്തിന്റെ തന്നെ കുറച്ച് ആൾക്കാരുടെ ഒരു യൂട്യൂബ് ചാനൽ റൺ ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾ ഇന്നലെ ഇറക്കിയിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ നിങ്ങൾ ഈ മറ്റുള്ള ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ഒരാൾ ബൈ ചോയ്സ് മാറി നിൽക്കുന്നതിനെയും എങ്ങനെയാണ് വ്യാഖ്യാനിച്ചിരിക്കുന്നതെന്നറിയോ? 50 പേരുള്ള ഒരു ക്ലാസ് മുറിയിൽ 49 പേരും ഈ സുംബയ്ക്ക് പോവുകയാണെങ്കിൽ ഒരാൾ അയാളുടെ സ്വന്തം ചോയ്സ് കൊണ്ട് പോകാതിരിക്കുകയാണെങ്കിൽ അയാൾ ഐസൊലേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ വാദം. ഒരാൾ ഒറ്റയാക്കപ്പെടുന്നു എന്ന്. ഇത് ആരെ ഒറ്റയാക്കപ്പെടുക? ഈ 49 പേര് പറഞ്ഞോ നിങ്ങൾ പങ്കെടുക്കേണ്ടെന്ന് പറഞ്ഞോ? ഈ സ്കൂൾ അതോറിറ്റി പറഞ്ഞോ നിങ്ങൾ പങ്കെടുക്കേണ്ടെന്ന് പറഞ്ഞോ? ഈ 49 ആൾക്കാരുടെ രക്ഷകർത്താക്കൾ പറഞ്ഞോ? സർക്കാർ പറഞ്ഞോ നിങ്ങൾ പങ്കെടുക്കേണ്ടെന്ന്? ബൈ ചോയ്സ് ആണ്. നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങൾ പോകാതിരിക്കുന്നത് എങ്ങനെയാണ് ഐസൊലേഷൻ ആവുക? അത് നിങ്ങൾ സ്വയം മാറി നിൽക്കുകയാണ്. അപ്പൊ ഈ രീതിയിലത്തേക്ക് ഇരവൽക്കരിക്കുന്ന, സ്വയം വ്യക്തിമായി കാണിക്കുന്ന രീതിയിലത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് കുറെ പൊട്ട ലോജിക്ക് കൂടെ വെച്ചുകൊണ്ട് ഈ സെലിബ്രേഷൻ മെന്റാലിറ്റി എന്ന് പറയുന്നത് എന്തോ ഭയങ്കര പ്രശ്നമാണ്, അതാണ് ലഹരിയിലേക്ക് പോകുന്നത് എന്നൊക്കെ പറയുന്ന പ്രാകൃത മനസ്കരായിട്ടുള്ള കുറേയധികം ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്. അവരുടെ മുന്നിൽ മുട്ടുമടക്കാതിരിക്കാനുള്ള ഒരു ആർജവം നമ്മുടെ ഈ സർക്കാർ കാണിച്ചുവെങ്കിൽ അതിന് ഹോൾ ഹാർട്ടഡ് സപ്പോർട്ട് എന്നേ പറയാൻ കഴിയുകയുള്ളൂ. അതിന് നിങ്ങൾ ഏതൊക്കെ രീതിയിൽ ശ്രമിച്ചു കഴിഞ്ഞാലും അങ്ങനെ സർക്കാർ ഒരു പദ്ധതി നടപ്പാക്കുന്ന സമയത്ത് അതിൽ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് നടപ്പാക്കാൻ ഉത്തരവാദിത്തമുള്ള ഒരാൾ മാറി നിന്ന് കഴിഞ്ഞാൽ ഈ നാട്ടിൽ സർക്കാർ കൊണ്ടുവരുന്ന ഓരോ കാര്യത്തിലും അങ്ങനെ നിന്നാൽ എന്ത് ചെയ്യും? സർക്കാർ നാളെ സിലബസിൽ ഒരു പാഠഭാഗം കൊണ്ടുവരുന്നു. ആ പാഠഭാഗം എന്ന് പറയുന്നത് ഇവിടെയുള്ള ഏതെങ്കിലും ഹിന്ദു രാജാക്കന്മാരെ പറ്റിയാണ്, അതല്ല എങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിം ഡൈനസ്റ്റിയെ പറ്റിയാണ്. എന്റെ മതവിശ്വാസം അനുസരിച്ച് എനിക്കത് പഠിപ്പിക്കുകയോ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഒരു അധ്യാപകനങ്ങ് മാറി നിന്ന് കഴിഞ്ഞാൽ അത് സ്വാതന്ത്ര്യമാണെന്ന് പറയണോ? അത് അയാൾക്ക് മാറി നിൽക്കാനുള്ള ചോയ്സ് ആണെന്ന് പറയണോ? അല്ല. ഇതൊരു സെക്യുലർ ഫംഗ്ഷനാണ്. സെക്യുലർ ഫംഗ്ഷൻ എന്താണ് എന്നും മതത്തിന്റെ സമുദായത്തിന്റെ ആൾക്കാരുടെ അഭിപ്രായം പറയേണ്ടുന്ന വിഷയങ്ങൾ എന്താണ് എന്നുള്ള തിരിച്ചറിവ് വിസ്ഡത്തിനുണ്ടാകണം. വിസ്ഡത്തിന്റെ ആൾക്കാർക്ക് വേണ്ടത് നിങ്ങളുടെ പേരാണ്, വിസ്ഡമാണ് നിങ്ങൾക്ക് വേണ്ടത്, അതല്ലാതെ ഇതേപോലെ പറയുന്ന ബ്ലാബറിംഗ് അല്ല. അങ്ങനെ ചെയ്യുന്നതിന് പകരം ഒരു വിഷയം എന്താണെന്ന് മനസ്സിലാക്കി എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനെ എതിർക്കുന്നത് എന്ന് ഒരു ഇത്രയും മിനിറ്റ് എടുത്തിട്ട് സഫ്വാൻ ഇവിടെ വർത്തമാനം പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങൾ സൂംബയെ എതിർക്കുന്നത് എന്നതിനെ കുറിച്ചോ സൂംബയിൽ എന്ത് പരിഷ്കാരം വന്നാൽ നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് നിങ്ങൾ പറഞ്ഞു? ഇതുവരെ നിങ്ങൾ പറഞ്ഞില്ല. ഈ രീതിയിലത്തേക്ക് മതത്തിലെ സെക്യുലർ ഒറ്റ കാര്യം ചോദിച്ചോ ശ്രീത്ത്, ജനാധിപത്യ മര്യാദയിൽ ഇപ്പോൾ ഒരു വിഷയം, ബാക്കിയിലൊന്നും എനിക്ക് സഫാനോട് യോജിക്കാൻ കഴിയുന്നില്ല. പക്ഷേ ചർച്ച നടത്തിയിട്ടില്ലല്ലോ, അത് നടത്തേണ്ടതല്ലേ? അതുകൊണ്ട് ഞങ്ങൾ വിട്ടു നിൽക്കുന്നു എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. ഇതൊക്കെ ഈ വിസ്ഡം പലപ്പോഴും പറയുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് ചർച്ച നടത്തണം. ഞങ്ങളല്ല സ്റ്റേക്ക് ഹോൾഡേഴ്സ്, പക്ഷേ നിങ്ങൾ വിദ്യാർത്ഥികളോടും വിദ്യാർത്ഥി സംഘടനകളോടും രക്ഷിതാക്കളോടും നടത്തണമല്ലോ എന്നുള്ളതാണ്. അങ്ങനെ ഒരു പോയിന്റ് ഇതിനകത്തുണ്ടോ? അവിടെ വളരെ സ്റ്റബാണായിട്ടുള്ള ഒരു തീരുമാനം സർക്കാർ എടുത്തു.
ചേർത്തു എന്നുള്ള വ്യാഖ്യാനം ഇതിനകത്ത് ഉണ്ടാവില്ലേ? ഇല്ല, അങ്ങനെ കരുതാൻ കഴിയില്ല. കാരണം നമ്മൾ സിലബസിന്റെ ഭാഗമായിട്ടാണെങ്കിലും ഒരു സിലബസ് കമ്മിറ്റി ഉണ്ടാക്കുന്നു. ആ സിലബസ് കമ്മിറ്റി ഈ നാട്ടിലുള്ള എല്ലാ ആൾക്കാരെയും കൺസൾട്ട് ചെയ്തതിന് ശേഷമല്ല അവർ സിലബസ് ഉണ്ടാക്കുന്നത്. അവർ കൺസൾട്ട് ചെയ്യുന്നുണ്ടാകും, ലിമിറ്റഡ് കൺസൾട്ടേഷൻ ആയിരിക്കും. സൂംബയെ നമുക്ക് എതിർക്കാനുള്ള ഒരു കാരണം ശരിക്കും ലോജിക്കലായിട്ട് അവിടെ ഉണ്ടെങ്കിൽ വിപുലമായിട്ടുള്ള ഒരു ചർച്ച നടത്തുന്നതിൽ അർത്ഥമുണ്ട് എന്ന് നമുക്ക് പറയാം. അങ്ങനെയാണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാരോടോ അതിൽ വിയോജിപ്പ് പറയുന്ന ആൾക്കാരോടോ എന്താണ് നിങ്ങളുടെ വിയോജിപ്പ് എന്നതുമായി ബന്ധപ്പെട്ടിട്ട് ചർച്ച നടത്തുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അത് ആരോടാണ്? നമ്മുടെ നാട്ടിലുള്ള സാമുദായിക സംഘടനകളോടോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെയാണ് എങ്കിൽ നമുക്കിവിടെ ഒരു കാര്യവും നടപ്പാക്കാൻ കഴിയില്ല. നമ്മുടെ ഇവിടെ സിലബസിൽ എന്തെങ്കിലും ഒരു കാര്യം ഉൾപ്പെടുത്തുന്നത് ഉൾപ്പെടെ നമ്മുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും സ്കൂളിലെ ഒരു കാര്യത്തിൽ വരെ നമ്മൾ ഈ മതസമുദായ സംഘടനകളുടെ കാല് പിടിക്കേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മതേതര സമൂഹമാണെന്ന് പറയുന്നതിൽ അർത്ഥം എന്താ? കുറച്ചു കാലം മുമ്പ് അപർണ ഓർക്കുന്നുണ്ടാകും, സർജറി റൂമിൽ സർജറി ചെയ്യുന്ന ഡോക്ടർക്ക് ഇസ്ലാമിക വസ്ത്രമാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു ചർച്ചയിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയൊക്കെ ആകാം മതം, എവിടെ ഒന്നും പാടില്ല, ഏതൊക്കെ സ്ഥലങ്ങളാണ് സെക്യുലർ, ഏതൊക്കെ സ്ഥലങ്ങളാണ് നിങ്ങളുടെ മതത്തിന് സ്ഥാനമുള്ളത് എന്നതിനെക്കുറിച്ച് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ എല്ലാവരും ബോധവാന്മാരായിരിക്കണം. ഇതിനെ എതിർക്കാനായിട്ട് മതിയായ കാരണങ്ങളൊന്നും തന്നെ ഇല്ല. ഇപ്പൊ ഞാൻ ചോദിക്കാം, സംസ്കാരമാണ് ഇവിടുത്തെ പ്രശ്നമെങ്കിൽ നിങ്ങൾ യോഗ ചെയ്യുമോ? നിങ്ങൾ എവിടുത്തുകാരാണ്? നിങ്ങൾ ഇന്ത്യക്കാരാണ്, നിങ്ങൾ കേരളീയരാണ്. യോഗ എന്ന് പറയുന്നത് ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ യോഗ ചെയ്യുമെന്നാണോ? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ എന്നാ പിന്നെ വള്ളപ്പാട്ട് പാടി സൂംബ ചെയ്യുമെന്നാണോ? അതല്ലല്ലോ അതിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള യോഗയെ ഇന്റർനാഷണലി പ്രൊമോട്ട് ചെയ്തിട്ട് വിദേശ രാജ്യങ്ങളിൽ വരെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ അതിനെ മറ്റു രാജ്യക്കാർക്കൊക്കെ സ്വീകരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ. ആ സമയത്ത് ആരെങ്കിലും പറഞ്ഞോ അത് ഇന്ത്യൻ ആണ്, ഞങ്ങളുടെ സംസ്കാരത്തിന് അത് പ്രശ്നമാണ്, അതുകൊണ്ട് ഞങ്ങൾ അതിനെ എടുക്കില്ല എന്നാണോ പറയുന്നത്? നമ്മുടെ സംസ്കാരം മറ്റുള്ളവർക്കും കൊടുക്കുക, അവരുടെ സംസ്കാരത്തിലുള്ളത് നമ്മളും സ്വീകരിക്കുക എന്നുള്ളതാണ് ഭാരതീയ സംസ്കാരം. അതുകൊണ്ടല്ലേ ഇതൊരു മിക്സ്ഡ് കൾച്ചറായിട്ട് ഇവിടെ നമ്മുടെ നാട്ടിലുള്ളത്. അതല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു സൗദി അറേബ്യയിൽ ഉണ്ടാക്കിയ കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞാൽ എന്ത് സംസ്കാരം? ജർമ്മനിയിലുള്ള കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ നടത്തുന്നത് വേറെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് സംസ്കാരമാണ്? ഈ നാടിന്റെ സംസ്കാരമാണ് നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് എങ്കിൽ ഇത് മാത്രമേ അതിന് മറുപടി ഉള്ളൂ എന്നുള്ളതാണ് എന്റെ ഭാഗം. ഡോക്ടർ സോയ ജോസഫ്,